ഹലോ ഗൈസ്, നമ്മൾ കുറച്ച് പ്ലാൻസുകളൊക്കെ ഒന്നൊരു വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. കണ്ടില്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ നാടൻ വെറൈറ്റികളൊക്കെ അങ്ങ് സൈഡ് മാറ്റിയിട്ട് ഒരാളെ ഒന്നൊരു അൺബോക്സ് ചെയ്യാനുണ്ട്. നമുക്ക് അത്യാവശ്യം കുറച്ച് ഹെൽപ്പർമാരൊക്കെ കൂടുതലായിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിച്ച് തരാൻ. അത്യാവശ്യം കുറച്ച് പ്ലാൻസാണ് വാങ്ങിയിട്ടുണ്ട്. എത്രണ്ണമെന്ന് ചോദിച്ചാൽ അങ്ങനൊരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. കുറച്ച് ഹൈബ്രിഡുകൾ നമ്മളെ കയ്യിലില്ലാത്ത കുറച്ച് ആൾക്കാരാണ് വാങ്ങിയിട്ടുണ്ട്. നമ്മളിത് വാങ്ങിയിട്ടുള്ളത് പ്ലാന്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന കയ്യിൽ നിന്നാണ്. നല്ല പാക്കിംഗ് ഒക്കെ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുള്ള പാക്കിംഗ് തന്നെയാണ് കേട്ടോ. കാരണം പറയാതിരിക്കാൻ വയ്യ, പാക്കിങ് കുളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടി മിക്കവാറും കുളമാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ പാക്കിങ് ഒരു അഡാറ് പാക്കിങ് തന്നെയാണ് കേട്ടോ. കാരണം ഒരു ചെടിയും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത കുളത്തിലാണ്. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തലഭാഗം തുറന്നപ്പോൾ തന്നെ കേട്ടോ. നമുക്ക് ബ്ലേഡ് ആയിട്ടാണ് നമ്മൾ ഇതിന് തുറക്കൽ പരിപാടികളൊക്കെ. കാരണം അതാണ് സുഖം എന്നുള്ളത്. ഒറ്റ വെപ്പ് വെച്ചെടുത്താൽ അങ്ങോട്ട് കയറിക്കോളും. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഏതൊക്കെയാന്ന് പ്ലാൻസ് ചോദിച്ചാൽ എല്ലാം കൂടി ഒന്നുണ്ടോ ഒറ്റയടിക്ക് എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുമെന്നും എനിക്കറിയില്ല. ചിലതൊക്കെ അങ്ങനെയാണ്. പ്ലാന്റ്സ് കുഞ്ഞി കവർ സൈസ് പ്ലാന്റ്സാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പാക്ക് നല്ല അടിപൊളി റോളാക്കി ഇത് എടുത്ത് പറിച്ചെടുക്കാൻ കുറച്ചൊരു ടാസ്ക്കാണ് കേട്ടോ. ഗൈസ്, ബൊഗെയിൻവില്ലിൻ്റെ സീസൺ ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്ക് കുറച്ച് കളക്ഷൻ കൂട്ടി വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി പേപ്പർ 1 2 8 എന്നല്ല 3 4 സെറ്റ് പേപ്പറാണ് എടുത്ത് പൊഴിഞ്ഞിട്ടുണ്ടോന്നുണ്ട്. തോന്നലല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇനി ഇതും കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്തതിൻ്റെ ഉള്ളിലുള്ള പ്ലാന്റ്സ് കാണാൻ. അത്യാവശ്യം അങ്ങനത്തെ ധൃതി കൂടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലെ പ്ലാന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ധൃതിയാണ്, അല്ലാതൊന്നുമല്ല. കണ്ടില്ലേ, 2ാമത്തെ 3ാമത്തെ ഒക്കെ പത്രം. ഇങ്ങനെ എനിക്ക് വയ്യ എൻ്റെ മക്കളെ. കുഞ്ഞ് കവർ സൈസ് പ്ലാന്റ്സുകളാണ് എങ്കിലും അത്ര അങ്ങനെ ഒരേ ലെവലിനാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഏതൊക്കെ പ്ലാന്റ്സ് ചോദിച്ചാൽ ഏതൊക്കെ എനിക്ക് വലിയ തിരിച്ചറിയില്ല. ചിലതൊക്കെ മാത്രമേ തിരിച്ചറിയുള്ളൂ. അങ്ങനെ ഓരോന്ന് വേറെടുക്കുന്ന ഒരു പരിപാടിയിലാണ്. കാരണം ഓരോന്ന് ചുറ്റി കെട്ടി പ്ലാസ്റ്റർ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതാണ് ടാസ്ക്. എല്ലാതും ഒരുപോലെ അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെടിക്കും ഇപ്പോൾ വാട്ടമൊന്നുമില്ല കേട്ടോ. ഇതേത് വെറൈറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം മനസ്സിലാവും. ഈ കാരണം ക്രിസ്റ്റീന റെഡ് സെപ്റ്റംബർ, സ്നോ വൈറ്റ് അർജുനൻ, 3 സ്റ്റാർ ബ്ലാക്ക് മരിയ, ബ്ലാക്ക് മൊണാലിസ, ചോക്ലേറ്റ് ബ്രൗൺ എന്നീ ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ ചില്ലറ അടങ്ങറൊന്നുമില്ല മക്കളെ. ഇതിൻ്റെ പേര് തന്നെ പഠിച്ചെടുക്കാൻ കുറച്ച് ഗതിയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സ്ലോയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം സ്പീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ മനസ്സിലായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഇയാളൊക്കെ കുറച്ച് ഗതിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുണ്ട്. ഏതൊക്കെയൊന്നും തിരിച്ചറിയില്ല. ചിലതൊക്കെ വേഗം മനസ്സിലാക്കും. 3 സ്റ്റാർ മനസ്സിലാക്കുന്നുണ്ട്, ചോക്ലേറ്റ് ബ്രൗൺ മനസ്സിലാക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാവുന്നൊന്നുമില്ല. പിന്നെ ബ്ലാക്ക് അതും മനസ്സിലാവുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഓരോ ലീഫുകളിലും പല പല ഡിഫറെൻറ്റ് ലീഫുകളാണ് എങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കളക്ഷൻസിൽ കുറച്ച് ആൾക്കാരെയും കൂടി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവരിഞ്ഞ് മഴ കൊള്ളാത്തടത്ത് നല്ല സെറ്റാക്കണം, സൈഡ് വെയിലും കൊള്ളാത്തടത്തൊക്കെ സെറ്റാക്കണം കേട്ടോ. ഇയാൾ മാത്രമേ കുറച്ച് വലിയ പ്ലാന്റാണ്. അതുകൊണ്ട് കവർ സൈസ് പ്ലാന്റിൽ നിന്ന് കുറച്ച് മാറ്റി എടുത്താണ് മണ്ണ് മാറ്റി സെറ്റ്. ബാക്കിയൊക്കെ ഫുള്ള് കവറിൽ, ചെറിയ കവറിൽ തന്നെ കേട്ടോ. ഗ്രോ ബാഗിൽ വൈറ്റ് ഗ്രോ ബാഗാണെന്നേ ഉള്ളൂ. അതിൻ്റെ ഒരാൾ മാത്രമേ നമുക്ക് മാറ്റി ഇപ്പം നടാനുള്ളൂ. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുകളൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അല്ലാതെ നമുക്കൊരു വൈബായിട്ട് ഇയാളെ മാറ്റി നടണം. അപ്പോൾ അതിനുള്ള പൊട്ടി മിക്സൊക്കെ നമ്മൾ മുമ്പേ കാണിച്ചിട്ടുള്ള നോർമലി തന്നെയാണ്. അത് അയക്കാനാണ് നമ്മൾ നേരെ ഇറക്കി വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇവരൊക്കെ ഞങ്ങളുടെ നിലത്ത് തന്നെ വെക്കട്ടെ. കാരണം അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ സേഫ്റ്റി അല്ല. കാരണം ഒന്ന് വീണാൽ കഥ കഴിഞ്ഞ്. നിലത്താകുമ്പോൾ ആരും അങ്ങനെ സിറ്റൗട്ടിലൊന്നും അങ്ങനെ ഇരിക്കും.
അപ്പോൾ അവളാണ് കൊയിഞ്ഞാടെന്ന് പറഞ്ഞതല്ല, അതാരും കളിപ്പിച്ചുട്ടി കേടെടുത്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് ഒന്നും പറയാത്ത എന്താ വെച്ചാൽ പൊളിഞ്ഞ തെറി കേൾക്കും എൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് തന്നെ. കാരണം അവരാണ് ആദ്യം ഇത് കാണുന്ന ആൾക്കാർ. കാരണം ഞാൻ ഏത് ചെടീൻ്റെ റേറ്റും ഞാൻ പറയാത്തത് അതുകൊണ്ടാണ്. നമ്മുടെ ഫാമിലി കാണുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ റേറ്റ് എങ്ങാനും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണി ഇക്കാരം. പിന്നെ ഇങ്ങനെ നമ്മളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതിൽ കണ്ടെത്തണമെന്നേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങളെ കയ്യിലൊക്കെ ഏതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികളുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ബുദ്ധിമുട്ടില്ലാത്തവർ കേട്ടോ. കാരണം അത് കാണുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷം. നമ്മളെ കയ്യിൽ എത്ര കളക്ഷൻ ആയി എന്ന് നോക്കലും മറ്റുള്ള കൊലക്കലയിൽ എത്ര കളക്ഷൻ ഉണ്ടെന്ന് പറയലും ആയിട്ടാണ്. അങ്ങനെയാണ്. പിന്നെ ഇതിലൊന്ന് മാത്രം നമ്മളിപ്പോൾ കൂട്ടിയുള്ളൂ, ബാക്കിയൊക്കെ നല്ല അവിടെ തന്നെ അങ്ങ് വെക്കണം. പിന്നെ ഇതിൻ്റെ റൂട്ടൊക്കെ കരതൊക്കെ ചെമ്പിലൊക്കെ നല്ല പൊട്ടുണ്ട്. കാരണം പുറത്തേക്ക് വന്നത് വരെ ഞാൻ കാണിച്ചു തരാം ചെറുതിൻ്റെ റൂട്ട്സൊക്കെ. ഇത് അതിൽ ചോക്ലേറ്റ് ബ്രൗൺ ഇതാണ്. ഇത് വേഗം മനസ്സിലാക്കും. ഇനി ഫ്ലവർ മാറാതിരുന്നാൽ മതി. നമ്മൾ ഒരട്ടം ചോക്ലേറ്റ് ബ്രൗൺ ഫ്ലവർ വിരിയോളം പറഞ്ഞു വന്ന് ഫ്ലവർ ഇരുന്നിപ്പോൾ മേപ്പിട്ട് നോക്കി പറഞ്ഞതാണ്. ഇതൊന്നും വലിയ ഇടില്ല, അങ്ങനെ തന്നെ വെക്കാം, ഏതാണെന്നൊന്നുമില്ല. പിന്നെ കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ റൂട്ട്സ് കണ്ട അടിപൊളി റൂട്ടാണ്, നല്ല ഹെൽത്തി റൂട്ടും. കാരണം പ്രത്യേക കണ്ടിട്ടുണ്ട്. നമുക്ക് വേഗം ഇതിൻ്റെ വീർപ്പ് വിട്ടലൊക്കെ ഒന്ന് മാറ്റിച്ച് കൊടുക്കണം. നല്ല കടലൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ട് പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ പരിപാടി കഴിയുമ്പോൾ നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് മൊണാലിസൊന്നും ഇപ്പോൾ വീടില്ല. കാരണം എല്ലാത്തിലും ബ്ലാക്ക് ടച്ചുള്ള പൂക്കളാണ് വരലെന്നാണ് ഇതിൽ വരുന്നത്. അമ്മമാനോട് ചോദിച്ചോളാം. ഇതൊന്നും കൊല്ലിയിട്ടില്ല. ഉമ്മച്ചിക്ക് വേണ്ട കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടാനുണ്ടെങ്കിലൊക്കെ ചെയ്യാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.